ഹലോ, ഇന്ന് ഞാൻ വളരെ പ്രത്യേകതയുള്ളൊരു സാലഡാട്ടോ ഉണ്ടാക്കണേ. അപ്പം ഞാൻ ദേ സാലഡ് ഉണ്ടാക്കാൻ പോവാ. ഇന്ന് മഴയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ എന്തുണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് കുക്കുംബറും ഉണ്ട്, ക്യാരറ്റും ഉണ്ട്, സബോള ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു നമുക്കൊരു സാലഡ് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ദേ അതിന് വേണ്ടിയിട്ട് കുക്കുംബറും എല്ലാം കഴുകി റെഡിയാക്കി ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നതൊക്കെ നീട്ടത്തിലാണ് അരിയുന്നത്. നേരത്തെ ഒക്കെ ചെറുതായിട്ടൊക്കെ ചെറിയ സ്ക്വയർ ആയിട്ടുണ്ടായി. ഇന്ന് പക്ഷെ നീട്ടത്തിൽ പെട്ടെന്ന് അങ്ങ് അരിഞ്ഞെടുക്കുക. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് നീട്ടത്തിൽ അരിഞ്ഞെടുക്കുവാണ്. അതെ, കുക്കുംബർ അരിഞ്ഞു. ഇനി ക്യാരറ്റ് ഇരിപ്പുണ്ട്. ക്യാരറ്റും എടുത്ത് എല്ലാം കഴുകി വെച്ചേക്കുവാണ്. അപ്പോൾ ഞാൻ ദേ നന്നായിട്ടൊന്ന് നീട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ സാലഡിന് ഞാൻ അവസാനം ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഇത് ക്യാരറ്റ് അരിഞ്ഞു. ഇന്ന് മഴ കാരണം മൊത്തത്തിലെല്ലാം ഒന്ന് താളം തെറ്റി കിടക്കുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു സാലഡ് കൂടി ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെയാട്ടോ ഇന്ന് ഈ സാലഡ് ഉണ്ടാക്കണേ. സബോളയും ക്യാരറ്റും കുക്കുംബറും പിന്നെ 2 പച്ചമുളകും കൊണ്ടാണ് ഇത് ഉണ്ടാക്കണേ. സബോള അരിഞ്ഞു കഴിഞ്ഞു. ഇനി 2 പച്ചമുളക് എടുത്ത് നടുവേ കീറി എടുത്തു കഴിഞ്ഞാൽ ആ പരിപാടിയും തീർന്നു. അപ്പോൾ അതെ, ഇനിയിപ്പോൾ ഇതെല്ലാം അരിഞ്ഞു കഴിയണ കാര്യം തീർത്തു. പിന്നെ ഇതെല്ലാം കൂടെ നമ്മളൊരു ബൗളിനകത്തേക്ക് മാറ്റി അത് കഴിഞ്ഞിട്ട് ഇതേ തൈര് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതേ സാലഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതേ സാലഡിന് വേണ്ടിയിട്ട് ഇനി അല്പം ഉപ്പും കൂടി ചേർക്കണം. ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ സാലഡ് റെഡിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഈ സാലഡിനൊരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ സാലഡ് എന്നെപ്പോലെയുള്ള ഇന്നത്തെ മടി പിടിച്ച ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാലഡാണിത്. കാരണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം മടിയുള്ള ദിവസം നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ തോന്നാത്തപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മടിയന്മാരുടെ സാലഡായത്.